വിപണിയിൽ വിറ്റഴിയുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകളിൽ അനുവദനീയമായ അളവിലും ആയിരക്കണക്കിന് മടങ്ങ് വിഷാംശം കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. പാകിസ്ഥാനിൽ നിർമ്മിച്ച് ഗൾഫ് രാജ്യങ്ങൾ വഴി നിയമവിരുദ്ധമായി കേരളത്തിലേക്ക് കടത്തുന്ന ഫൈസ ഗ്ലോറി എന്ന പാക് ബ്യൂട്ടി ക്രീമുകളുടെ വരവും വിതരണ ശൃംഖലയുമാണ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. വിഷവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെർക്കുറിയുടെ സാന്നിധ്യം വലിയ തോതിൽ തന്നെ കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഫേസ് ക്രീമുകളിൽ 1 ppm അതായത് പാർട്സ് പെർ മില്യൺ മെർക്കുറി മാത്രമാണ് നിയമപരമായി അനുവദനീയം. എന്നാൽ കേരളത്തിൽ പിടിച്ചെടുത്ത ഫൈസ ഗ്ലോറി ക്രീമുകളിൽ 10,000 ppm വരെയെന്ന ഭയാനകമായ അളവിലാണ് മെർക്കുറി കണ്ടെത്തിയത്. അത്യധികം അപകടകരമായ ഈ വിഷാംശം ചർമ്മത്തിലൂടെ ശരീരത്തിനുള്ളിലെത്തിയാൽ കരൾ, വൃക്ക എന്നീ സുപ്രധാന അവയവങ്ങൾ പൂർണ്ണമായി തകരാറിലാകും. പാകിസ്ഥാനിലെ ലാഹോറിൽ നിർമ്മിക്കുന്ന ഗോറി ഡേ ആൻഡ് നൈറ്റ്, ഗുജറാൻവാലയിലെ പൂനിയ ബ്രദേഴ്സ് നിർമ്മിക്കുന്ന ഫൈസ എന്നീ ബ്യൂട്ടി ക്രീമുകൾക്ക് പല വിദേശ രാജ്യങ്ങളിലും നിർമ്മാണ നിരോധനമുണ്ട്. അത്യധികം മെർക്കുറി അടങ്ങിയതിനാൽ 2019 പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അതോറിറ്റി ഫൈസ നിരോധിച്ചിരുന്നുവെങ്കിലും ഇവയുടെ അനധികൃത ഉൽപാദനവും കയറ്റുമതിയും തടസ്സമില്ലാതെ തുടരുകയായിരുന്നു. അടുത്തിടെ മഹാരാഷ്ട്രയിലും ഈ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരുന്നു. മനോഹരമായ പരസ്യങ്ങളിലൂടെയും മുഖം പെട്ടെന്ന് വെളുക്കുമെന്ന വ്യാജ വാഗ്ദാനങ്ങളിലൂടെയും സാധാരണക്കാരെ വലയിലാക്കിയാണ് ഈ ക്രീമുകൾ വിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം ഔദ്യോഗിക പർച്ചേസ് ബില്ലുകളോ രേഖകളോ ഇല്ലാതെയാണ് അനധികൃത മാർഗത്തിലൂടെ ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 50 ഗ്രാം വരുന്ന ഒരു ബോക്സിന് 400 മുതൽ 500 രൂപ വരെ ഈടാക്കിയാണ് അനധികൃത കേന്ദ്രങ്ങൾ വഴി ഇവിടത്തെ വിപണിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന ദൗത്യത്തിലൂടെയാണ് പാക് നിർമ്മിത വ്യാജ ക്രീമുകളുടെ പടുകൂറ്റൻ ശൃംഖല കുടുങ്ങിയത്. ജൂലൈ അവസാനത്തോടെ 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ പരിശോധനയിൽ ഏകദേശം 9.64 ലക്ഷം രൂപയുടെ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, എറണാകുളം ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലാബുകളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ക്രീമുകളിലെ വിഷസാന്നിധ്യം പുറത്തുവന്നത്. കൗമാരക്കാരിലും കുട്ടികളിലും ബ്യൂട്ടി ക്രീമുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വർദ്ധിച്ചതോടെയാണ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ കടുപ്പിച്ചത്. ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡുകളിൽ ലിപ്സ്റ്റിക്, ബേബി പൗഡർ, ബേബി ഓയിൽ, സോപ്പ് തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. കോസ്മെറ്റിക്സ് റൂൾസ് 2020 പ്രകാരമുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വിപണിയിലെത്തിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവയെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി.